അതെ, രണ്ടാൾക്കും ബ്രോക്കോളി ഉണ്ടാക്കാൻ പോവാ. പക്ഷെ ബോയിൽഡ് വേണോ പക്കോട വേണോ? ഒരേ സ്വരത്തിൽ വന്നു പക്കോടാന്ന്. ബോയിൽഡിനല്ലേ ഗുണമുള്ളത്. ബോയിൽഡ് തിന്നുമ്പോ പക്കോടക്കകത്ത് ഈ തണുപ്പത്തൊക്കെ തിന്നാൻ രസം. മമ്മി എന്തുവാ തലപ്പത്ത തിന്നാനൊക്കെ രസം. അതിന്റെ അകത്തും ഗുണമുള്ളതാ, ബോയിൽഡിന്റെ അകത്തും ഗുണമുള്ളതാ. എന്നാ പിന്നെ ബോയിൽഡ് കഴിച്ചാ പോരെ? വേണ്ടല്ലോ, ഞങ്ങൾക്ക് പൊക്കോട മതി. പൊക്കോടയുടെ അകത്ത് ബോയിൽഡിന്റെ അകത്ത് മസ വരത്തില്ല. അയ്യാണ് അവന്റെ മസ കേട്ടില്ലേ? മസ നല്ലതായിട്ട് ഉണ്ടാക്കിയൊക്കെയല്ല. അല്ലെങ്കിൽ മമ്മീനെ ഒരു പക്കോട ഉണ്ടാക്കും. പക്കോട ബോൾ പോടാ അവിടുന്ന്. ഞാനൂടെ കാണട്ടെ എന്തോ ഉണ്ടാക്കുന്നതിന് മമ്മി. അതെ, മമ്മി അന്നേലെ ബ്രോക്കോളി മേടിച്ചതേണ്ട ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ കീടാണുക്കളൊക്കെ നശിക്കട്ടെ. ദേ അതിന്റെ നമുക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിനെ ഇടാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ദേ ഈ ബൗളിനാണെങ്കിൽ ഒരു 1.5 ബൗള് കടലമാവ് എടുത്തിട്ടുണ്ടേ. ദേ നമുക്ക് കടലമാവ് എടുക്കാമേ. ദേ അടുത്ത് നമ്മളാന്നേ അരച്ച് വെച്ചത് ഇതിനകത്തോട്ടിട്ടെ. ദേ ബാറ്റർ റെഡി. അപ്പൊ നമ്മളിങ്ങനെ ഈ കണ്ടോ ബ്രോക്കോളി എടുത്ത് ഡിപ്പ് ചെയ്യുമ്പോൾ ദേ ഇങ്ങനെ ഇരിക്കണം. ഇത്രയും കൺസിസ്റ്റൻസി ആകാവൂ. ആദ്യം എണ്ണ നല്ല ചൂടി കിടക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് അതിന്റെ ഉള്ളൊന്ന് വേവാൻ വേണ്ടി. ദേ നമ്മുടെ പക്കോട റെഡിയായി. അപ്പൊ നമുക്ക് കോരിയെടുക്കാം. ദേ അപ്പോനെ നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ദന്നപ്പം കഴിച്ചിട്ട് പറയും ബാക്കി. ഇത് നമ്മുടെ രാജാവിന് കൊടുക്കുവാണേ. ഖാക്കെ ദേക്കോ എക് ബാർ. നല്ലതാ. അടിപൊളിയാണോ? മമ്മിയെ പക്കോട ആക്കത്തില്ലല്ലോ. താങ്ക് യു.